ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. വീണ്ടും ഇതാ ഒരു ഇന്ത്യൻ എൽ ക്ലാസിക്കോ അരങ്ങേറാൻ പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ FC മത്സരം ഇനി വെറും ദിവസങ്ങൾ കൊണ്ട് നടക്കാനിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരമാണ്. ഈ ഒരു മത്സരം മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന 4 മത്സരങ്ങൾ കൂടിയുണ്ട്. ആ 4 മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ആദ്യ കടമയായിക്കൊണ്ട് തന്നെ നമ്മുടെ എതിരാളികളായി വരുന്നത് മോഹൻ ബഗാൻ FC ആണ്. സീസണിലെ ടേബിൾ ടോപ്പേഴ്സ് ആണ്. ഇതുവരെ വെറും 2 തോൽവികൾ മാത്രമാണ് മോഹൻ ബഗാൻ വഴങ്ങിയിരിക്കുന്നത് എന്നതും ഇവിടെ വ്യക്തമായി എടുത്ത് പറയേണ്ടതാണ്. അവസാനത്തെ 8 മത്സരങ്ങൾ ഇവർ തോൽവി അറിയാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനായിട്ട് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോവോ സൊദോയ് പരിക്ക് മൂലം ഈ ഒരു മത്സരത്തിലേക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരം നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചെന്നൈയിൻ FC-ക്കെതിരെ ഇറങ്ങിയ ലൈനപ്പ് തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ. ഇനി മോഹൻ ബഗാനെ എടുത്ത് പറയുകയാണെങ്കിൽ ഗ്രെഗ് സ്റ്റുവർട്ട് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് അറിയാനായി സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സഹൽ അബ്ദുൽ സമദ്, അനിരുദ്ധ് താപ്പ, ആശിഷ് ഇവർ 4 പേരും ഈ ഒരു മത്സരത്തിലേക്ക് ഉണ്ടാവില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരാൾക്ക് സസ്പെൻഷനും ബാക്കി 2 പേർക്ക് ഇഞ്ചുറി ആണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ടീമിനെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അവരുടെ ഫോറിൻ നിരയിനോടൊപ്പം തന്നെ അവരുടെ ഇന്ത്യൻ താരങ്ങളും ഗോൾ വേട്ടക്കാരിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതിലെടുത്ത് പറയേണ്ട 2 പേരുകളുണ്ട്. മൻവീർ സിംഗും അതുപോലെ ലിസ്റ്റൺ കൊളോസിയും. 2 വിങ്ങുകളിലൂടെ ഇങ്ങനെ വരുന്ന അതിവേഗതമായിട്ടുള്ള അറ്റാക്കുകൾ ബ്ലാസ്റ്റേഴ്സ് തടഞ്ഞിട്ടിട്ടില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ഇനി അതുപോലെ തന്നെ പെറ്ററ്റോസും കമ്മിങ്സും ഇവരൊരു സബ്സ്റ്റിറ്റ്യൂഷൻ റോളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പെറ്ററ്റോസ് കയറി കഴിഞ്ഞാൽ കമ്മിങ്സ് ഇറങ്ങും, കമ്മിങ്സ് കയറി കഴിഞ്ഞാൽ പെറ്ററ്റോസ് ഇറങ്ങും. അങ്ങനെയാണ് സാധാരണ കാണാറുള്ളത്. ഇനി ഇരുവരും 2 പേരും കൂടി ഈ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിസ്റ്റനും അതുപോലെ തന്നെ മൻവീറും റൈറ്റും ആ 2 വിങ്ങുകൾ കൂടി കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മുഖത്ത് ഉയരാനായി പോകുന്നത്. ആൻഡ് ഡിഫൻസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അൺനെസസറി പിഴവുകളെല്ലാം വരുത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ അതിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു മത്സരത്തിൽ നമ്മൾ കണ്ടായിരുന്നു. ആ ഒരു ഗെയിമിംഗ് രീതി തന്നെ ഈ ഒരു മത്സരത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു മത്സരത്തിൽ മിഡ്ഫീൽഡിലെ ഗെയിം വളരെ നിർണായകമാണ്. സാധാരണഗതിയിൽ മോഹൻ ബഗാൻ യൂസ് ചെയ്യുന്ന ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് 4-5-1 എന്ന് പറയുന്ന ഒരു ഫോർമേഷനും ബ്ലാസ്റ്റേഴ്സ് 4-2-3-1 എന്ന് പറയുന്ന ഒരു ഫോർമേഷനും ആയിരുന്നു. അതിൽ നിന്ന് കഴിഞ്ഞ മത്സരത്തിൽ 4-3-3 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കുറച്ചും കൂടി നന്നായി തോന്നുന്നത് 4-2-3-1 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ തന്നെയായിരിക്കും. പെപ്രയെ ഒരു വിഡ്രോവൽ സ്ട്രൈക്കറായി കളിപ്പിച്ചുകൊണ്ട് ജിമേനസിനെ അറ്റാക്കിങ്ങിലേക്ക് കൊണ്ടുവരികയും ലൂണ ലെഫ്റ്റ് വിങ്ങിലോടുക്കനെ അറ്റാക്ക് ചെയ്യുകയും റൈറ്റ് വിങ്ങിൽ നമ്മുടെ കോറു സിംഗിനെ പ്ലേസ് ചെയ്യുകയുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഡിഫൻസിൽ വലിയ അഴിച്ചുപണികളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മിക്കവാറും മിലോസും ഹൊർമിപ്പാമും അതുപോലെ തന്നെ നോയച്ചിയും എന്ന് പറയുന്ന നമ്മുടെ യൂഷ്വലായിട്ടുള്ള ആ ഒരു ഡിഫൻസ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറെ ചിലപ്പോൾ ഒരു പക്ഷേ മാറ്റി പരീക്ഷിക്കാനുള്ള ചാൻസുകളും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഇന്ത്യൻ എൽ ക്ലാസിക്കോയിലെ മത്സരത്തിലേക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഫാൻസ് ഈ ഒരു മത്സരത്തിൽ ചാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ന്യൂസ് കൂടി പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് കൊച്ചിയിൽ നൽകാൻ മന്നപ്പട തീരുമാനിച്ചിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരം എല്ലാവരും സ്റ്റേഡിയത്തിൽ പോയി കണ്ട് ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മി സുഹൈൽ സൈനിങ് ഔട്ട്.